ഇന്ത്യൻ രാഷ്ട്രീയ ഭൂപടത്തിൽ പശ്ചിമ ബംഗാളിനോളം സവിശേഷതകളുള്ള മറ്റൊരു സംസ്ഥാനമുണ്ടാകില്ല. ഓരോ 5 വർഷത്തിലും ഭരണമാറ്റം ആഗ്രഹിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ദശാബ്ദങ്ങൾ നീളുന്ന രാഷ്ട്രീയ യുഗങ്ങൾക്കാണ് ബംഗാൾ എക്കാലത്തും സാക്ഷ്യം വഹിച്ചിട്ടുള്ളത്. എന്നാൽ മാറ്റങ്ങൾ സംഭവിക്കുമ്പോൾ അത് വലിയ രാഷ്ട്രീയ ഭൂകമ്പങ്ങളായി മാറുകയും ചെയ്യും. 1.5 പതിറ്റാണ്ടോളം ബംഗാളിനെ അടക്കി ഭരിച്ച തൃണമൂൽ കോൺഗ്രസിനും അതിൻ്റെ അനിഷേധ്യ നേതാവായ മമതാ ബാനർജിക്കും വലിയ തിരിച്ചടികൾ നേരിടേണ്ടി വന്ന പുതിയ രാഷ്ട്രീയ സാഹചര്യം ബംഗാളിൽ മറ്റൊരു യുഗാന്ത്യത്തിൻ്റെ സൂചനയാണോ നൽകുന്നത് എന്ന വലിയ ചോദ്യമുയർത്തുന്നു. ഭരണത്തിൽ നിന്നും പുറത്തായതിന് പിന്നാലെ തൃണമൂൽ നേതാക്കൾക്കും പ്രവർത്തകർക്കും നേരെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന അതിക്രമങ്ങളും രാഷ്ട്രീയ പ്രവർത്തകരുടെ കൂട്ടത്തോടെയുള്ള കൊഴിഞ്ഞുപോക്കും കേവലമൊരു ഭരണമാറ്റത്തിനപ്പുറം ബംഗാൾ രാഷ്ട്രീയത്തിൻ്റെ ആഴത്തിലുള്ള ഘടനാപരമായ മാറ്റങ്ങളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഈ മാറ്റങ്ങളെ മനസ്സിലാക്കണമെങ്കിൽ ബംഗാളിൻ്റെ സങ്കീർണമായ രാഷ്ട്രീയ ചരിത്രത്തിലൂടെയും അധികാരത്തിൻ്റെ ഇടനാഴികളിലൂടെയും നാം ഒന്ന് സഞ്ചരിക്കേണ്ടതുണ്ട്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യവും ബംഗാളിൻ്റെ വിഭജനവും സൃഷ്ടിച്ച വലിയ പ്രതിസന്ധികൾക്കിടയിലാണ് പശ്ചിമ ബംഗാൾ എന്ന സംസ്ഥാനം രൂപം കൊള്ളുന്നത്. കിഴക്കൻ പാകിസ്ഥാനിൽ, അതായത് ഇന്നത്തെ ബംഗ്ലാദേശിൽ നിന്നുള്ള ലക്ഷക്കണക്കിന് അഭയാർത്ഥികളുടെ ഒഴുക്ക് സംസ്ഥാനത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെയും സാമൂഹിക ഘടനയെയും വലിയ തോതിൽ ബാധിച്ചിരുന്നു. ആദ്യ 2 ദശാബ്ദങ്ങളിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയിരുന്നു ബംഗാൾ രാഷ്ട്രീയത്തിലെ ചോദ്യം ചെയ്യപ്പെടാനാവാത്ത ശക്തി. സ്വാതന്ത്ര്യാനന്തര ബംഗാളിൻ്റെ ശില്പി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ബിധാൻ ചന്ദ്ര റോയ് എന്ന കോൺഗ്രസ് മുഖ്യമന്ത്രിയുടെ കാലഘട്ടം വ്യവസായവൽക്കരണത്തിൻ്റെയും അതുപോലെ നഗരവികസനത്തിൻ്റെയും അഭയാർത്ഥി പുനരധിവാസത്തിൻ്റെയും നാളുകളായിരുന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ കാലശേഷം പ്രഫുല്ല ചന്ദ്ര സെന്നിൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ വന്നതോടെ കാര്യങ്ങൾ മാറിമറിഞ്ഞു. സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന സാമ്പത്തിക അസമത്വങ്ങളും തൊഴിലാളികളുടെ അവകാശ നിഷേധങ്ങളും ബംഗാളിൽ ഇടതുപക്ഷ ആശയങ്ങൾക്ക് വളക്കൂറുള്ള മണ്ണൊരുക്കി. ആദ്യത്തെ 20 വർഷത്തെ കോൺഗ്രസ് ആധിപത്യത്തിന് ശേഷം ബംഗാൾ പ്രവേശിച്ചത് കടുത്ത രാഷ്ട്രീയ അസ്ഥിരതയുടെ ഒരു കാലഘട്ടത്തിലേക്കാണ്. ഐക്യമുന്നണി സർക്കാരുകൾ അധികാരത്തിൽ വരികയും തകരുകയും ചെയ്തു. കൂടെയുള്ള രാഷ്ട്രപതി ഭരണവും ഭരണഘടനാ പ്രതിസന്ധികളും സംസ്ഥാനത്തെ പിന്നോട്ടടിച്ചു. ഈ കാലഘട്ടത്തിലാണ് ബംഗാളിലെ നക്സൽബാരി എന്ന ഗ്രാമത്തിൽ നിന്നും സായുധ വിപ്ലവത്തിൻ്റെ തീപ്പൊരികൾ ഉയരുന്നത്. നക്സലേറ്റ് പ്രസ്ഥാനം ബംഗാളിൻ്റെ തെരുവുകളെ ചോരക്കളമാക്കി മാറ്റി. പിന്നീട് സിദ്ധാർത്ഥ ശങ്കർ റേയുടെ നേതൃത്വത്തിൽ അധികാരത്തിൽ തിരിച്ചെത്തിയ കോൺഗ്രസ് സർക്കാർ അത്യന്തം ക്രൂരമായാണ് നക്സൽ മുന്നേറ്റങ്ങളെ അടിച്ചമർത്തിയത്. ഭരണകൂട ഭീകരതയും പൗരാവകാശ ലംഘനങ്ങളും കോൺഗ്രസിനെ ജനങ്ങളിൽ നിന്നും പൂർണ്ണമായും അകറ്റി. ഈ ജനകീയ രോക്ഷമാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ കമ്മ്യൂണിസ്റ്റ് സർക്കാരിൻ്റെ ഉദയത്തിന് വഴിയൊരുക്കിയത്. ജ്യോതി ബസുവിൻ്റെയും പിന്നീട് ബുദ്ധദേവ് ഭട്ടാചാര്യയുടെയും നേതൃത്വത്തിൽ തുടർച്ചയായ 34 വർഷമാണ് CPMൻ്റെ നേതൃത്വത്തിലുള്ള ഇടതുമുന്നണി ബംഗാൾ ഭരിച്ചത്. ഗ്രാമീണ ബംഗാളിൻ്റെ മുഖച്ഛായ മാറ്റിയ ഓപ്പറേഷൻ ബർഗ എന്ന ഭൂപരിഷ്കരണ നിയമവും അധികാര വികേന്ദ്രീകരണത്തിലൂടെ പ്രാദേശിക ഭരണകൂടങ്ങളെ ശാക്തീകരിച്ച പഞ്ചായത്തി രാജ് സംവിധാനവുമാണ് ഇടതുപക്ഷത്തിന് അജയ്യമായ ഒരു വോട്ട് ബാങ്ക് സൃഷ്ടിച്ചു നൽകിയത്. എന്നാൽ ദശാബ്ദങ്ങൾ നീണ്ട ഭരണം പാർട്ടിയിൽ വലിയ തോതിലുള്ള ജീർണതകൾക്ക് കാരണമായി. എല്ലാം പാർട്ടിയാണ് തീരുമാനിക്കുന്നത് എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി. ഗ്രാമങ്ങളിൽ പാർട്ടിയുടെ പ്രാദേശിക നേതാക്കൾ അവസാന വാക്കായി മാറി. കാലം മാറിയപ്പോൾ കാർഷിക മേഖലയിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ വ്യാവസായിക മുന്നേറ്റം ലക്ഷ്യമിട്ട് ബുദ്ധദേവ് ഭട്ടാചാര്യരുടെ സർക്കാർ സിംഗൂരിലും നന്ദിഗ്രാമിലും വ്യവസായികൾക്കായി കർഷകരുടെ ഭൂമി ഏറ്റെടുക്കാൻ ശ്രമിച്ചു. ഇത് വലിയ ജനകീയ പ്രക്ഷോഭങ്ങൾക്ക് കാരണമായി. ഭരണകൂടം കർഷകർക്ക് നേരെ വെടിയുതിർത്തപ്പോൾ തൊഴിലാളി വർഗത്തിൻ്റെ പാർട്ടി എന്നവകാശപ്പെട്ടിരുന്ന CPMൻ്റെ അടിത്തറയിളകി. ഈ ജനകീയ രോക്ഷത്തെ അതിവിദഗ്ധമായി ഉപയോഗിച്ചാണ് മമതാ ബാനർജി എന്ന ഒറ്റയാൾ പോരാളി ബംഗാളിലെ ചുവന്ന കോട്ട തകർത്തെറിയുന്നത്. CPMൻ്റെ സമഗ്രാധിപത്യത്തിന് അന്ത്യം കുറിച്ച് അധികാരത്തിൽ വന്ന മമതാ ബാനർജി സാധാരണക്കാരുടെ ദീദിയായി വളരെ വേഗം മാറി. ജനപ്രിയമായ നിരവധി ക്ഷേമ പദ്ധതികളാണ് അവർ ആവിഷ്കരിച്ചത്. സ്ത്രീകളുടെ ഉന്നമനത്തിനായി കൊണ്ടുവന്ന കന്യാശ്രീ, ലക്ഷ്മീർ ഭണ്ഡാർ തുടങ്ങിയ പദ്ധതികൾ വലിയ തോതിൽ ജനപ്രീതി നേടി. ഗ്രാമീണ മേഖലകളിൽ പുതിയ റോഡുകളും അടിസ്ഥാന സൗകര്യങ്ങളും വന്നു. എന്നാൽ അധികാരത്തിൻ്റെ ആദ്യ വർഷങ്ങളിലെ തിളക്കം പതുക്കെ മങ്ങാൻ തുടങ്ങി. എക്കാലത്തും ബംഗാൾ രാഷ്ട്രീയത്തിൻ്റെ ശാപമായ അക്രമ രാഷ്ട്രീയവും അഴിമതിയും തൃണമൂൽ കോൺഗ്രസിനെയും പിടികൂടി. അധ്യാപക നിയമന അഴിമതി ഉൾപ്പെടെയുള്ള വലിയ അഴിമതി കഥകൾ പുറത്തു വന്നതോടെ ജനങ്ങളിൽ ഭരണവിരുദ്ധ വികാരം ശക്തമായി. ഇതിനോടൊപ്പം തൃണമൂൽ കോൺഗ്രസിൻ്റെ പ്രാദേശിക നേതാക്കൾ നടത്തിയ അധികാര ദുർവിനിയോഗവും ഗുണ്ടായിസവും ജനങ്ങളെ പൊറുതിമുട്ടിച്ചു. ഒരു കാലത്ത് CPMനെ താഴെയിറക്കാൻ മമതയ്ക്കൊപ്പം നിന്നവർ തന്നെ അവർക്കെതിരെ തിരിയുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത്. ഈ ഭരണവിരുദ്ധ വികാരത്തെ അതിവിദഗ്ധമായി മുതലെടുക്കാൻ BJPക്ക് സാധിച്ചു. സുവേന്ദു അധികാരിയെപ്പോലെയുള്ള മുതിർന്ന നേതാക്കൾ തൃണമൂൽ വിട്ട് BJPയിൽ എത്തിയതോടെ അവരുടെ സംഘടനാ സംവിധാനം കൂടുതൽ ശക്തമായി. തുടർച്ചയായ 15 വർഷത്തെ ഭരണത്തിന് ശേഷം ഭരണവിരുദ്ധ വികാരത്തിൻ്റെ വലിയൊരു കൊടുങ്കാറ്റിലാണ് മമതാ ബാനർജിക്ക് അടിതെറ്റിയത്. ഇന്നത്തെ ബംഗാൾ രാഷ്ട്രീയം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയും കൗതുകവും രാഷ്ട്രീയ പ്രവർത്തകരുടെ കൊഴിഞ്ഞുപോക്കും നിറംമാറ്റവുമാണ്.
ഒരിക്കൽ കടുത്ത CPM പ്രവർത്തകരായിരുന്നവർ തൃണമൂൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നപ്പോൾ ഒറ്റ രാത്രി കൊണ്ട് തൃണമൂലുകാരായി മാറി. ഇപ്പോൾ അധികാര സമവാക്യങ്ങൾ മാറുമ്പോൾ അവർ കൂട്ടത്തോടെ BJPയിലേക്ക് ചേക്കേറുന്നു. ചിലർ തിരികെ CPMയിലേക്കും പോകുന്നുണ്ട്. ഈ പ്രതിഭാസം കേവലം ഒരു ആശയപരമായ മാറ്റമല്ല, മറിച്ച് ബംഗാളിലെ പാർട്ടി സൊസൈറ്റി അഥവാ പാർട്ടി സമൂഹത്തിന്റെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. ബംഗാളിലെ ഗ്രാമങ്ങളിൽ റേഷൻ കാർഡ് ലഭിക്കണമെങ്കിലോ ഒരു ചെറിയ ജോലി ലഭിക്കണമെങ്കിലോ എന്തിന് സ്വന്തം ജീവനും സ്വത്തിനും സംരക്ഷണം ലഭിക്കണമെങ്കിലോ ഭരണകൂടത്തിലിരിക്കുന്ന പാർട്ടിയുടെ കൊടി പിടിച്ചേ മതിയാകൂ എന്ന ആ അലിഖിതമായ നിയമമുണ്ട്. ഇടത് ഭരണകാലത്ത് ഈ അധികാരം CPM ലോക്കൽ കമ്മിറ്റികൾക്കായിരുന്നു. ഭരണമാറ്റം ഉണ്ടായപ്പോൾ തങ്ങളുടെ അധികാരം നിലനിർത്താനും പഴയകാല ശത്രുക്കളിൽ നിന്നും രക്ഷ നേടാനും CPMന്റെ പ്രാദേശിക ഗുണ്ടകളും പ്രവർത്തകരും ഒന്നടങ്കം തൃണമൂൽ കോൺഗ്രസിലേക്ക് മാറി. മമതാ ബാനർജി അവരെ ഇരു കൈയും നീട്ടി സ്വീകരിക്കുകയും ചെയ്തു. ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ് ദുർബലമാവുകയും ഭരണത്തിൽ നിന്നും പുറത്താവുകയും ചെയ്തപ്പോൾ അതേ പ്രവർത്തകർ തങ്ങളുടെ പുതിയ സംരക്ഷകരെ തേടി BJPയിലേക്ക് ഒഴുകുന്നുണ്ട്. തൃണമൂൽ നേതാക്കൾക്ക് നേരെ ഇപ്പോൾ നടക്കുന്ന അതിക്രമങ്ങൾ ഈ അധികാര മാറ്റത്തിന്റെ ക്രൂരമായ പ്രതിഫലനമാണ്. അധികാരം നഷ്ടപ്പെട്ടാൽ പിന്നെ സംരക്ഷണ കവചങ്ങളില്ല എന്ന യാഥാർത്ഥ്യമാണ് രാഷ്ട്രീയ എതിരാളികളെ ആക്രമിക്കാൻ പ്രേരിപ്പിക്കുന്നത്. 15 വർഷം തങ്ങൾ അനുഭവിച്ച പീഡനങ്ങൾക്ക് പകരം വീട്ടാനുള്ള അവസരമായി പ്രതിപക്ഷ പാർട്ടികൾ ഇതിനെ കാണുന്നുണ്ട്. ഇത് ബംഗാൾ രാഷ്ട്രീയത്തിലെ ഒരു ദുരന്തപൂർണമായ ചാക്രിക അവസ്ഥയാണ്. ആരാണോ അധികാരത്തിൽ അവരുടെ അനുയായികൾ പ്രതിപക്ഷത്തെ അടിച്ചമർത്തുക എന്നതൊരു കീഴ്വഴക്കമായി മാറിയിരിക്കുന്നു. അസംതൃപ്തരായ ചില തൃണമൂൽ പ്രവർത്തകർ തിരികെ CPMയിലേക്ക് പോകുന്നുണ്ട് എന്നത് ഇടതുപക്ഷത്തിന്റെ ശക്തമായ തിരിച്ചുവരവിന്റെ സൂചനയാണോ എന്ന് പലരും സംശയിക്കുന്നുണ്ട്. എന്നാൽ യാഥാർത്ഥ്യം അതല്ല. ഇത് CPMന്റെ പ്രത്യയശാസ്ത്രപരമായ വിജയത്തേക്കാൾ തൃണമൂൽ കോൺഗ്രസിനോടുള്ള വെറുപ്പിൽ നിന്നും ഉടലെടുക്കുന്ന ഒരു താൽക്കാലിക പ്രതിഭാസം മാത്രമാണ്. BJPയുടെ രാഷ്ട്രീയ ആശയങ്ങളോട് പൊരുത്തപ്പെടാൻ കഴിയാത്തവരും പ്രാദേശികമായി BJP നേതൃത്വവുമായി ശത്രുതയിലുള്ളവരുമാണ് പ്രധാനമായും CPMയിലേക്ക് മടങ്ങുന്നത്. എന്നാൽ ഇതൊരു വലിയ രാഷ്ട്രീയ മുന്നേറ്റമായി നമുക്ക് കാണാൻ കഴിയില്ല. മറിച്ച് പ്രധാനമായും സംസ്ഥാനം ഒരു ഇരുധ്രുവ രാഷ്ട്രീയത്തിലേക്ക്, അതായത് BJPയും തൃണമൂൽ കോൺഗ്രസും തമ്മിലുള്ള നേർക്കുനേർ പോരാട്ടത്തിലേക്ക് മാറിക്കഴിഞ്ഞു എന്നാണ് സമീപകാല തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ കാണിക്കുന്നത്. ഭരണത്തിൽ നിന്നും പുറത്തായതുകൊണ്ടോ പാർട്ടിക്കുള്ളിൽ വലിയ കൊഴിഞ്ഞുപോക്കുകൾ ഉണ്ടായതുകൊണ്ടോ മമതാ ബാനർജി എന്ന രാഷ്ട്രീയ നേതാവിന്റെ യുഗം അവസാനിച്ചു എന്ന് എഴുതിത്തള്ളുന്നത് വലിയ മണ്ടത്തരമായിരിക്കും. ഇന്ത്യൻ രാഷ്ട്രീയം, പ്രത്യേകിച്ചും ബംഗാൾ രാഷ്ട്രീയം, തോൽവികളിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ നിരവധി നേതാക്കളുടെ ചരിത്രം കണ്ടിട്ടുള്ളതാണ്. താഴെത്തട്ടിലുള്ള ജനങ്ങളുമായുള്ള മമതയുടെ വൈകാരികമായ ബന്ധവും അവർ നടപ്പിലാക്കിയ ക്ഷേമ പദ്ധതികളുടെ ഗുണഭോക്താക്കളായ വലിയൊരു വിഭാഗം സ്ത്രീ വോട്ടർമാരും ഇപ്പോഴും അവർക്ക് ശക്തമായ പിന്തുണ നൽകുന്നുണ്ട്. ബംഗാളിൽ BJPക്കെതിരെ നിൽക്കാൻ കെൽപ്പുള്ള ഏറ്റവും ശക്തമായ പ്രതിപക്ഷ നേതാവ് ഇപ്പോഴും അവർ തന്നെയാണ്. എന്നാൽ വരും കാലങ്ങളിൽ അവർക്ക് മുന്നിലുള്ള വെല്ലുവിളികൾ വളരെ വലുതാണ്. പുതിയ കാലഘട്ടത്തിനനുസരിച്ച് പാർട്ടിയെ ഉടച്ചു വാർക്കുക, അഴിമതിക്കാരായ നേതാക്കളെ മാറ്റി നിർത്തി യുവത്വത്തിന് കൂടുതൽ അവസരങ്ങൾ നൽകുക, പ്രത്യേകിച്ച് അഭിഷേക് ബാനർജിയെ പോലെയുള്ള നേതാക്കൾക്ക് കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ കൈമാറുക, ഗുണ്ടായിസത്തെ പൂർണ്ണമായും തള്ളിപ്പറയുക തുടങ്ങിയ വലിയ തിരുത്തൽ നടപടികൾ അവർ സ്വീകരിക്കേണ്ടി വരും. ചുരുക്കത്തിൽ ബംഗാളിലെ അധികാര കൈമാറ്റങ്ങളും തെരുവുകളിലെ ചോരക്കളിയും നൽകുന്ന സന്ദേശം വളരെ വ്യക്തമാണ്. ആശയങ്ങളെക്കാൾ ഉപരി അധികാരത്തിനും അതിജീവനത്തിനുമാണ് അവിടെ മുൻഗണന. കോൺഗ്രസും CPMും തൃണമൂലും BJPയും മാറി മാറി വരുമ്പോഴും രാഷ്ട്രീയ എതിരാളികളെ ഉന്മൂലനം ചെയ്യുന്ന പഴയ ശൈലിക്ക് മാത്രം ഒരു മാറ്റവുമില്ല. ഒരു യുഗം അവസാനിക്കുകയും പുതിയൊരു യുഗം പിറക്കുകയും ചെയ്യുമ്പോൾ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് കേവലം ഒരു ഭരണമാറ്റമല്ല, മറിച്ച് ഭയമില്ലാതെ ജീവിക്കാൻ കഴിയുന്ന വ്യവസായങ്ങളും തൊഴിലവസരങ്ങളുമുള്ള സമാധാനപരമായ ഒരു പുതിയ ബംഗാളാണ്. അത് യാഥാർത്ഥ്യമാക്കാൻ പുതിയ ഭരണകർത്താക്കൾക്കും തിരുത്തലുകൾക്ക് തയ്യാറാകുന്ന പ്രതിപക്ഷത്തിനും കഴിയുമോ എന്നതാണ് വരും നാളുകൾ കാത്തിരുന്ന് കാണേണ്ടത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.